തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ടിക്കറ്റുകൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെ വിറ്റ് തീർന്നുവെന്ന സംശയം പല യാത്രക്കാരും പ്രകടിപ്പിക്കാറുമുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായ ടിക്കറ്റിംഗ് ശൃംഖലകൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് തൽക്കാൽ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ ലഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അവസാന നിമിഷം യാത്രകൾ തീരുമാനിക്കുന്നവർക്ക് വേണ്ടിയാണ് തൽക്കാൽ ടിക്കറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില ഇടനിലക്കാർ ഈ സംവിധാനം ദുരുപയോഗം ചെയ്ത് ടിക്കറ്റുകൾ സ്വന്തമാക്കുകയും ഉയർന്ന വിലയ്ക്ക് ഈ ടിക്കറ്റുകൾ അനധികൃതമായി വിൽക്കുകയും ചെയ്യുന്നതായി റെയിൽവേ അധികൃതർ പറയുന്നു. കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ അനധികൃത ടിക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കേസുകളിൽ 13,580 ഇടനിലക്കാർ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തൽക്കാൽ ടിക്കറ്റുകൾക്കായുള്ള കടുത്ത മത്സരത്തിലൂടെ യാത്രക്കാരുടെ ആവശ്യം ഉയർന്നു എന്നത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഒപ്പം റിസർവേഷൻ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനും അംഗീകൃതമല്ലാത്ത രീതിയിൽ ടിക്കറ്റുകൾ വിൽക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന അനധികൃത ശൃംഖലകൾ കൂടിയുണ്ടെന്ന് വ്യക്തമായതായാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചത്. തിരിമറിക്ക് റെയിൽവേക്കുള്ളിൽ നിന്ന് തന്നെയുള്ളവരുടെ സഹായമുണ്ടോ എന്ന സംശയവും ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. ടിക്കറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 65 റെയിൽവേ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതായി പാർലമെന്റിൽ അവതരിപ്പിച്ച സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 9 പേരുടെ അറസ്റ്റ് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ തൽക്കാൽ ബുക്കിംഗ് കൂടുതൽ സുതാര്യമാക്കുന്നതിനും അനധികൃത ടിക്കറ്റ് വിൽപ്പന തടയുന്നതിനും ഇന്ത്യൻ റെയിൽവേ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനും തൽക്കാൽ ടിക്കറ്റുകൾ യഥാർത്ഥ യാത്രക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായി ഇടനിലക്കാർക്കെതിരെ കർശന നടപടി, മിന്നൽ പരിശോധനകൾ, സംശയാസ്പദമായ ബുക്കിംഗ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം തുടങ്ങിയ നടപടികൾ റെയിൽവേ സ്വീകരിച്ചു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.